That was all I had to see. Why don't you have to have you next to me? From that moment I knew that you'd be. കൊരട്ടിയിൽ നിന്നും ഏകദേശം 6 മൈൽ കിഴക്ക് വടക്കായി കിടക്കുന്ന മേലൂർ പ്രദേശത്തു നിന്നും ഒരാൾ ഒരു കുല പൂവൻപഴം കൊരട്ടിമുത്തിക്ക് നേർച്ച കാഴ്ച വയ്ക്കുവാൻ കൊണ്ടുവന്നു. കളയെടുക്കാറായല്ലോ കുട്ടിശങ്കര. നാളെ തന്നെ ഏർപ്പാടാക്കാം. കുഞ്ഞുട്ടിയോട് പറയാം, ഒരു 10 ആളായിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളാൻ. കൈതപ്പാടത്തെ സ്ഥിതി എന്തായി? വിത കഴിഞ്ഞിട്ട് 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ശ്രദ്ധിക്കണം. ഒരാളെന്നെ ഇക്കാണ പാടവും പറമ്പും നോക്കി എത്തില്ലേ ശങ്കര. ഇപ്പൊ തന്നെ നടന്നു നടന്ന് ക്ഷീണായി. അറിയാം. പൂവൻകുലയല്ലേ അത്? അതെ തമ്പ്ര. താൻ അയാൾ ഒന്നിങ്ങോട്ട് വിളിക്ക. ഒന്നിങ്ങോട്ട് വരാ, ഒന്നിങ്ങോട്ട് വരാൻ. തന്നോട് തന്നെ ഒന്നിങ്ങോട്ട് വാടോ. എന്താ ശങ്കര? നല്ല തുടുത്ത പൂമ്പഴം, നല്ല ദാഹമുണ്ട്. ചോദിക്കാ. താൻ ഈ പൂവങ്കുല തമ്പുരാൻ അങ്ങോട്ട് കൊടുക്ക. അയ്യോ, എന്താ താൻ തരില്ലെന്നുണ്ടോ? തമ്പ്രാൻ അടിയനോട് കൊടുക്കണം. ഇത് നേർച്ചക്കായ കൊരട്ടിമുത്തിക്ക് കാണിക്ക് വെക്കാൻ കൊണ്ടുപോണതാ. ആദ്യമായിട്ട് വാഴ വെച്ചുണ്ടായ കൊലയമ്പ്രാൻ. ഇത് ഞാൻ തമ്പ്രാനല്ല, മുത്തിക്ക് ഞാൻ എന്താ കൊടുക്കമ്പ്രാൻ? അയ്യോ, എന്റെ ആഗ്രഹം തീർത്തിട്ട് കൊടുത്താൽ മതി മുത്തിക്ക്. അയ്യോ അയ്യോ, കഴിക്കരുത് അമ്പ്ര. വേണ്ട അമ്പ്ര, വേണ്ട അമ്പ്ര. അത് കഴിക്കരുത് അമ്പ്ര. മുത്തിക്ക് കൊടുക്കാനുള്ള അമ്പ്ര. എന്റെ ഇഷ്ടം എനിക്ക് വരുത്. കുട്ടിശങ്കര നടക്കുക. മേപ്പുറം രാമൻ വൈദ്യരും കൈവിട്ടു. ഇനിയിപ്പോ ഒമ്മ എവിടെയാ പോവാ? ആഴ്ച 4 ആയേ വേദന തുടങ്ങിയിട്ട്. രാവും പകലും വേദന തന്നെ വേദന. നമുക്ക് വയ്യ തിരുമേനി. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണില്ലല്ലോ തമ്പുരാനെ. ഇത് വയറിന്റെ അസുഖമൊന്നും അല്ല. പിന്നെന്താ? തമ്പുരാൻ എന്നോട് വിഷമമൊന്നും തോന്നരുത്. തമ്പുരാൻ കുറച്ചു നാൾ മുമ്പ്
മുത്തിക്ക് കൊണ്ടുപോയ പൂവങ്കായ തിന്നില്ലേ, അതിന്റെയാണ് ഈ വിട്ടുമാറാത്ത വയറുവേദന. ആണോ? ഇനിയിപ്പോ എന്താ ഒരു പ്രതിവിധി? ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ കാണുള്ളൂ. തമ്പുരാൻ സ്വത്തിന്റെ പകുതി മുത്തിക്ക് ദാനമായിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഈ വേദന എല്ലാം മാറും. മാറൂ എന്റെ വൈദ്യരെ? തീർച്ചയായും മാറും. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ വൈദ്യരെ. എന്റെ വയറുവേദന ഒന്ന് മാറിയാ മതി. ഞാൻ തമ്പുരാൻ ഇറങ്ങിക്കോളൂ. വൈദ്യൻ നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറിയതായും പറയപ്പെടുന്നു. അന്നു മുതൽ കൊരട്ടിമുത്തിയുടെ നേർച്ച പൂവൻകുലയായി തീർന്നു എന്നും പറയപ്പെടുന്നു.